ഇനി ഇയാൾക്ക് എവിടെ പോകാൻ പറ്റും? സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ 3-4 കാര്യങ്ങൾ. ഞങ്ങൾക്ക് റിവ്യൂ പെറ്റീഷൻ കൊടുക്കാം, ഒരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യലായിട്ട് ആർക്കെങ്കിലും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഒരു സപ്പോർട്ടർ ഇയാൾക്ക് വേണ്ടി കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ കൊടുക്കാം. സിവിൽ സൊസൈറ്റി സപ്പോർട്ടേഴ്സിന് കൊടുക്കാം. റിവ്യൂ പെറ്റീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധിന്യായത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പങ്ക്ച്വേഷൻ മാർക്കോ, സാങ്കേതികമായ അങ്ങനെയൊക്കെയുള്ള വളരെ സാങ്കേതികമായ കാര്യമാണ് ആ റിവ്യൂ പെറ്റീഷൻ. അതാണ് വിധി മാറത്തൊന്നുമില്ല. പിന്നെ കേസിന്റെ മെറിറ്റിലേക്ക് സുപ്രീം കോടതി വീണ്ടും കടക്കണമെന്നില്ല. ഇനി സുപ്രീം കോടതി കടന്നാൽ അതുകൂടെ പറയണമല്ലോ. സുപ്രീം കോടതി LGBT-ക്കൊക്കെ അനുകൂലമായിട്ട് ഒരുപാട് പ്രോഗ്രസീവായിട്ട് നിയമങ്ങൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി നോർമലി ആർമി ആയിട്ടുള്ള വിഷയം വരുമ്പോൾ ഇത് 4 വർഷം കോടതിയിൽ കിടന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഡിവിഷൻ ബെഞ്ച്, ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് വിധി പറഞ്ഞു, വളരെ കൺവിൻസിംഗ് ആയിട്ട് അവരുടെ ഭാഷയിൽ വിധി പറഞ്ഞു എന്ന നിലയിൽ ഇതിനകത്തൊരു വിരുദ്ധ വിധി വരുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം ആർമിയായിട്ട് വരുന്ന കേസുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആർമിയുടെ കേസുകളിൽ ആർമിയുടെ ഇന്റേണൽ ട്രിബുലേഷൻസും ട്രയൽസും ഒക്കെ സുപ്രീം കോടതി അംഗീകരിച്ച ചരിത്രമാണ് കൂടുതൽ. ആർമിയുടെ കാര്യമാണ്, അത് രാജ്യത്തിന്റെ കാര്യമാണ്, സുരക്ഷയുടെ കാര്യമാണ്, ഞങ്ങൾ അതിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ള ഒരു പൊതു നിലപാട് സുപ്രീം കോടതിയുടെ ഇത് സംബന്ധിച്ചുള്ള വിധിന്യായങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പം എന്തുമാത്രം പുള്ളിക്കൊരു ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ദേ ആർ വെരി സ്ലോ. ആർമിയുടെ കാര്യമാകുമ്പോൾ തൊട്ടാ പൊള്ളും എന്നുള്ളത് കൊണ്ട് ആർമിയുടെ എന്ത് വിഷയം വരും, കേന്ദ്ര ഗവൺമെന്റിനെ പോലും അവർക്ക് അത്ര ഭയമില്ല. പക്ഷേ ആർമിയുടെ കാര്യത്തിൽ ഭയങ്കര ബാക്ക്ലാഷ് ഉണ്ടാവും എന്നുള്ളത്, പ്രത്യേകിച്ച് രാജ്യസുരക്ഷയായിട്ട് സംബന്ധിച്ച് കോടതിയിൽ എന്തെങ്കിലും കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സ്വീകരിക്കുക പോലുമില്ല. ഇവിടെ ഒരു കോടതി പരിശോധിച്ചതാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണ് ഈ മതവിശ്വാസത്തിന് ഇത്ര വലിയൊരു പ്രാധാന്യം? ഇവർ പറയുന്ന ഇന്ത്യൻ ആർമിയിൽ സംവരണമില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ആർമിയിൽ മതപരമായ വിവേചനം ഇല്ല. ഓഫ് കോഴ്സ് കൂടുതലും ഹിന്ദുക്കളായിരിക്കും നോർമലി, അത് പോപ്പുലേഷൻ ബേസ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചില കമ്മ്യൂണിറ്റികൾ അത് പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ല. ദാറ്റ് ഈസ് ദെയർ ബിലീവ്സ്. വാട്ട് ഓർ മേ ബി അങ്ങേയറ്റം സെക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലെ ഒരു സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ആർമി. അതിലൊരു മനുഷ്യന് തൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്തില്ല എന്നുള്ള കുറ്റം ആരോപിച്ച് അയാളെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് വളരെ വളരെ ശോചനീയമാണ്, നിന്ദാർഹമാണ്, വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ബ്ലാസ്ഫമി ലോ. ഇതൊരു മതനിന്ദാ കുറ്റം പോലെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയ കുറച്ചുകൂടെ ഡീപ്പ് റൂട്ടായിട്ട് നോക്കാം. അതൊരു സിഖ് ഗുരുദ്വാരയിലും ആയിരുന്നില്ല, അതൊരു മന്ദിറായിരുന്നു. ഇപ്പം ഇതിനകത്തൊരു മെജോറിറ്റിയനിസം, അതായത് ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നത് മെജോറിറ്റിയൻ കൾച്ചറാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെക്കുലർ എന്ന പഠനഘടനയിൽ എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഈ കൾച്ചർ എന്ന് പറയുന്നത് പലരും മതത്തിന് പറയുന്ന മറുപദമാണ്, വിശ്വാസത്തിന് പറയുന്ന, അന്ധവിശ്വാസത്തിന് പറയുന്ന ഒരു മറുപദമാണ് കൾച്ചർ. എല്ലാം പറയുന്നത് സംസ്കാരപരമാണ്. ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ തന്നെയാണ്. ഓരോ റിച്വലിനെയും അതങ്ങ് കൾച്ചറൈസ് ചെയ്യാൻ, എന്താ ഇത് കൾച്ചർഡ് അല്ല, അത് ആക്ച്വലി അങ്ങനെ ഒരു പേരിട്ട് കൊടുക്കുകയാണ്, ഒരു ഷീൽഡ് പോലെ. ഇതെല്ലാം കൾച്ചറാണ്. പക്ഷെ ഇതിനകത്തെല്ലാം ആക്ച്വലി റിലീജിയസ് ആയിട്ടുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഈ കേസ് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇതൊരു ഓൾമോസ്റ്റ് ലൈക്ക് എ ബ്ലാസ്ഫമി ലോ. ഈ പട്ടാളക്കാർക്ക് അവരുടെ റൈറ്റ്സ് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പട്ടാളക്കാരുടെ റൈറ്റ് റെസ്ട്രിക്ട് ചെയ്യാൻ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു വിമർശനമായിട്ടല്ല ഞാൻ അവതരിപ്പിക്കുന്നത്, മറിച്ച് അവർ പറഞ്ഞത് എന്താണ്, ഡിസിപ്ലിനും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പട്ടാളക്കാരൻ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധത്തിന് പറയാം, യുദ്ധം പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ ബുദ്ധിമുട്ടാണ്. പട്ടാളം വേണമെന്ന് ചോദിച്ചാൽ പട്ടാളം വേണ്ടെന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്ത് മറ്റുള്ളവർക്ക് പട്ടാളം വേണ്ടാന്ന് അഭിപ്രായം ഇല്ലാത്തത്തോളം കാലം നമുക്ക് ഒരു പട്ടാളം ആവശ്യമാണ്. അപ്പം നമ്മൾ മാത്രമായിട്ടല്ല ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ വേണ്ടി വരുന്നത്. അല്ല നമ്മൾ കിലോമീറ്റർ നീളത്തിൽ യുദ്ധവിരുദ്ധ സാഹിത്യം പഠിച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് പ്രായോഗികത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം ഭരണഘടനയ്ക്കെതിരെ, ഈ ഭരണഘടനയെ താങ്ങിയാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം. പക്ഷെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഇതിനകത്ത് റെസ്ട്രിക്ഷൻ അല്ല ഞാൻ കാണുന്നത്, വിവേചനമാണ് കാണുന്നത്. പിന്നെ എന്തിനാണ് ഈ പട്ടാളത്തിനകത്ത് ഈ മതത്തിന് ഇത്രയും വലിയ ഭയങ്കര മതപരതയാണ് പട്ടാളത്തിൽ. മൊത്തം ഫുൾ പ്രാർത്ഥനയും ആരതിയും ചടങ്ങുകളും. പിന്നെ അവന് ഒരു പറയുന്നൊരു കാര്യം, ഈ പൊതുവായിട്ട് വരുന്ന വൈശാഖി, പിന്നെ ബക്രീദ്, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം അവർ ഒരുമിച്ച് ആഘോഷിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഒരുമിച്ച് ആഘോഷിക്കുന്നു, നല്ല കാര്യം, ഒരു കലർപ്പുണ്ടാവുന്നുണ്ട്, ദാറ്റ്സ് ഗുഡ്. പക്ഷെ പിന്നെ ഇതെങ്ങനെ വരുന്നു? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇയാളുടെ കൂടെ ഒന്നും അല്ല ഞാൻ കേട്ടോ. ഇയാൾ പട്ടാളത്തിൽ ചേരാനായിട്ട് പോയിട്ട് പട്ടാളം എന്തെന്നറിയാതെ പോയിട്ട് എൻ്റെ മതം പൊക്കിക്കൊണ്ട് പോകുന്ന ഇയാളോട് എനിക്ക് വലിയ ബഹുമാനമൊന്നുമില്ല. പക്ഷെ അയാളുടെ റൈറ്റ് അവിടെ തടയപ്പെട്ടതിൽ എനിക്ക് പ്രതിഷേധമുണ്ട്. ഞാൻ അയാളുടെ കൂടെ നിൽക്കും. പക്ഷെ എനിക്ക് അയാളോട് അയാളുടെ നിലപാടിനോട് വലിയ ബഹുമാനം. അയാൾ എന്താണ് പറയുന്നത്, എനിക്ക്
രാജ്യസേവനത്തിന് വരുന്നു, പട്ടാളത്തിൽ ചേരുന്നു, എന്നിട്ട് എപ്പോഴും ഈ മതമാണ് മേളിൽ നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ തന്നെ പുള്ളിക്ക് വേറെ ചെയ്യാവുന്ന വേറെ ഒരുപാട് പണികളുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ എന്ന് വെച്ചാൽ പുള്ളിയുടെ റൈറ്റ് നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ ആ വിവേചനത്തിനെതിരെ ശബ്ദിക്കും.